നമ്മളെല്ലാവരും നെറ്റിയിൽ തിലകം തൊടുന്നവരാണല്ലേ. തിലകം എന്ന് പറഞ്ഞാൽ പൊട്ട്. നമ്മുടെ നെറ്റിയിൽ നമ്മൾ ചന്ദനം, കുങ്കുമം, ഭസ്മം ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂജാമുറിയിലൊക്കെ കയറുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചന്ദനമാണെങ്കിലും ഭസ്മമാണെങ്കിലും കുങ്കുമമാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു ചന്ദനവും കുങ്കുമവും ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠതകൾ ഇനിയും കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാം, ആഴ്ചയിലുള്ള 7 ദിവസവും ഓരോ ദേവന്മാർക്കും പ്രീതിപ്പെട്ടതാണ്. നമുക്കതറിയാവുന്ന കാര്യമാണല്ലേ. ഇപ്പോൾ വെള്ളിയാഴ്ചയാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അതേപോലെ ഞായറാഴ്ച സൂര്യഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അതേപോലെ ആഴ്ചയിലെ 7 ദിവസവും ഓരോ ഭഗവാന്മാർക്കും പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു തിലകം അന്നത്തെ ദിവസം നമ്മുടെ നെറ്റിയിൽ ചാർത്തുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും. നമുക്ക് ജീവിത വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴും നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതെങ്കിലും അതിൽ ഒരു പടി കൂടെ മുന്നിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കുടുംബത്ത് അതിനുള്ള ശ്രേഷ്ഠത ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തിലകം തൊടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. നമ്മൾ ചന്ദനമാണെങ്കിലും കുങ്കുമമാണെങ്കിലും അതുപോലെ ഭസ്മമാണെങ്കിലും ഒക്കെ തൊടുമ്പോൾ അതിൻ്റെതായ ആ രീതിക്ക് തൊടുകയാണ് എങ്കിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ശ്രേഷ്ഠത നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് തന്നെ പറ്റും. അപ്പോൾ ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം തിലകമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ദിവസത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് മഹാദേവന് ഏറ്റവും പ്രീതിപ്പെടുത്തേണ്ട ദിവസമാണ്. മഹാദേവന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ തിങ്കളാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ തിങ്കളാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ശിവഭഗവാനെ ആ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതൊന്നുമില്ല എത്ത ആളുകളാണെങ്കിൽ നമ്മൾ പൂജാമുറിയിൽ കയറുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വെളുത്ത ചന്ദനമോ ഭസ്മമോ തൊടുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വെളുത്ത ചന്ദനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് ഒരു കളറുള്ള മഞ്ഞ ചന്ദനമൊക്കെ നമുക്കുണ്ട്. അതായത് മഞ്ഞളുടെ ചന്ദനമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ ചന്ദനമല്ല, നമ്മൾ സാധാരണ കിട്ടുന്ന നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ശിവക്ഷേത്രത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ചന്ദനം ഉണ്ടല്ലോ, ആ ചന്ദനം നമ്മൾ തിങ്കളാഴ്ച ദിവസം ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ ഭസ്മം, നമുക്കറിയാം രാവിലെ ഭസ്മം നനച്ചു തൊടണമെന്നും വൈകുന്നേരം ഭസ്മം നനയ്ക്കാതെ തൊടണം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭസ്മം തൊടുന്നതും അന്നത്തെ ദിവസം വളരെ ശ്രേഷ്ഠമായിട്ട് തന്നെ കരുതപ്പെടുന്നു. ഇനി അടുത്തതായിട്ട് ചൊവ്വാഴ്ച ദിവസത്തെ പ്രത്യേകതയെക്കുറിച്ച് നോക്കാം. ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഹനുമാനെ സൂചിപ്പിക്കുന്ന ദിവസമാണ്. ഹനുമത് പ്രീതിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ്. ഈ ദിവസം ചുമന്ന കുങ്കുമം അത് തൊടുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിവ് നേടാനായിട്ടും ഈ ഒരു ചുമന്ന കുങ്കുമം അന്നേ ദിവസം നമ്മൾ നെറ്റിയിൽ ചാർത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ കുങ്കുമം നമ്മൾ അന്നത്തെ ദിവസം ഇങ്ങനെ ഓയിലിൽ നനച്ച് തൊടും, അതായത് വെള്ളത്തിൽ നനച്ചിട്ടല്ല. അപ്പോൾ ഈ ജാസ്മിൻ പോലെയുള്ള ഓയിലൊക്കെ ഇല്ലേ, നല്ല സുഗന്ധമുള്ള ഓയിൽ, ആ ഓയിലിനകത്ത് ഒരു ശകലം എടുത്തിട്ട് നമ്മൾ നെറ്റിയിൽ അന്നത്തെ ദിവസം നമ്മൾ തൊടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു കുങ്കുമം അങ്ങനെ പെട്ടെന്ന് ഉണങ്ങത്തില്ല. അതിങ്ങനെ ആ ഒരു ഓയിലൊരു ഇങ്ങനെ തിളങ്ങി അങ്ങനെ ഇരിക്കും. അത് വളരെ ശ്രേഷ്ഠതയാണ് അങ്ങനെ കുങ്കുമം തൊടുന്നത്. നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്ന് തൊട്ടിട്ടില്ലെങ്കിൽ ഒന്ന് തൊട്ട് നോക്കിക്കോളൂ കേട്ടോ. അത് നമ്മളെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ കുങ്കുമമൊക്കെ തൊടുമ്പോൾ നമ്മുടെ മുഖത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഐശ്വര്യം, ഒരു സ്ത്രീത്വം ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഏതൊരാൾക്കും കുങ്കുമമൊക്കെ ചന്ദനമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള ഒരു സ്ത്രീത്വമാണ് അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്ത്രീത്വം കൂടാനായിട്ട് ഇങ്ങനെ ഈ ഒരു ഓയിലിനകത്ത് ശകലം കുങ്കുമം എടുത്ത് നനച്ച് നമ്മുടെ നെറ്റിയിൽ ചാർത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ പ്രീതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശ്രേഷ്ഠതയുള്ള കാര്യമാണ് കേട്ടോ. ഇനി നമുക്ക് ബുധനാഴ്ച ദിവസം നോക്കിയാലോ.
ബുധനാഴ്ച ദിവസം എന്ന് പറയുന്നത് ഗണപതി ഭഗവാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ്, ദുർഗാദേവിക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം കുങ്കുമ തിലകം തൊടുന്നത് വളരെ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ കുങ്കുമം നമ്മുടെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല കുങ്കുമം കിട്ടും അല്ലേ. ആ കുങ്കുമം നമ്മൾ പൂജാമുറിയിലൊക്കെ എടുത്തു വെച്ച് അന്നേ ദിവസം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നിലവിളക്കൊക്കെ തെളിയിക്കുമ്പോൾ ആ കുങ്കുമമൊക്കെ നമ്മുടെ നെറ്റിയിൽ ഇട്ടുകൊണ്ട് നമ്മൾ ആ നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠത നമ്മുടെ കുടുംബത്തുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അടുത്തത് വ്യാഴാഴ്ച. വ്യാഴാഴ്ച നമുക്കറിയാം മഹാവിഷ്ണുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം നേടിയെടുക്കാനും ഒക്കെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. അതേപോലെ എന്ത് നല്ല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് നടത്താവുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച. അപ്പോൾ ഈ ദിവസം നമ്മൾ മഞ്ഞൾ അല്ലെങ്കിൽ കളഫക്കട്ടയൊക്കെ ഉണ്ടല്ലോ, മഞ്ഞ കളഫക്കട്ട, അതൊക്കെ നമ്മുടെ നെറ്റിയിൽ തൊടുന്നത് വളരെ ശ്രേഷ്ഠമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി നമ്മുടെ കുടുംബത്ത് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മഞ്ഞൾ ചന്ദനം നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തൊടാം. അപ്പോൾ അങ്ങനെ മഞ്ഞളോ അല്ലെങ്കിൽ കളഫക്കട്ട കേട്ടോ, കളഫക്കട്ട വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം നമ്മൾ ഈ ചന്ദനമാണ് നമ്മുടെ നെറ്റിയിൽ നമ്മൾ ചാർത്തേണ്ടത്. നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അന്നത്തെ ദിവസം നമ്മൾ അതൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ ഈ ഒരു തിലകമൊക്കെ ചാർത്തി അങ്ങനെ നമ്മൾ നാമമൊക്കെ ജപിച്ചോളൂ. വളരെ ശ്രേഷ്ഠത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി അടുത്തത് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ലക്ഷ്മി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ഈ ദിവസം ചന്ദനം കുങ്കുമം ഒക്കെ തൊടുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ നമുക്ക് ഈ എന്തെങ്കിലും ദുഃഖമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളറിയാലോ ഡിപ്രഷൻ മോഡിലേക്ക് പോകുമെന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ഡിപ്രഷനിലായിട്ടിരിക്കുന്ന, സംസാരിക്കാൻ ആരുമില്ലാത്ത, പെട്ടെന്ന് ദേഷ്യം വരുന്ന, അങ്ങനെ സങ്കടങ്ങൾ എപ്പോഴും മനസ്സിലുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അത് മാറ്റിയെടുക്കാനായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു അമ്മയുടെ ചന്ദനവും കുങ്കുമവും ഒക്കെ അന്നേ ദിവസം നെറ്റിയിൽ ചാർത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇത് ഞാനീ പറയുന്നത് ഒരു വെള്ളിയാഴ്ചയോ ഒരു ചൊവ്വാഴ്ചയോ ഒരു ബുധനാഴ്ചയോ ഒന്നും ചെയ്താൽ പോരാ. ആഴ്ചയിലെ 7 ദിവസവും നമ്മൾ ഇതിങ്ങനെ അനുഷ്ഠിക്കണം. അപ്പോൾ അവരെ അന്നത്തെ ദിവസം മനസ്സിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് പ്രത്യേകമായിട്ടുള്ള അവരുടെ ആ ചന്ദനം നമ്മൾ നെറ്റിയിൽ ചാർത്തണം. ഇത് വളരെ ശ്രേഷ്ഠതയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. ഇനി അടുത്തത് ശനിയാഴ്ച ദിവസം. ശനിയാഴ്ച ദിവസം ശനിദേവനും ഭൈരവദേവനും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ ദിവസം രക്തചന്ദനം നെറ്റിയിൽ ചാർത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി രക്തചന്ദനം നമ്മുടെ കയ്യിലില്ല, രക്തചന്ദനം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഭസ്മം ചാർത്താം അന്നത്തെ ദിവസം. അത് വളരെ ശ്രേഷ്ഠതയാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം ഇങ്ങനെ രക്തചന്ദനം അല്ലെങ്കിൽ ഭസ്മം നമ്മുടെ നെറ്റിയിൽ തൊടുന്നത് മുഖാന്തരം ഈ ശനിദേവനെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും, ഭൈരവദേവനെ പ്രസാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ശനിദോഷമൊക്കെയുള്ള ആളുകൾ പ്രത്യേകിച്ചും അന്നേ ദിവസം ഭസ്മമൊക്കെ തൊട്ട് നാമജപമൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ശനിയുടെ ആ ഒരു ദോഷത്തിൻ്റെ കാഠിന്യമൊക്കെ കുറയാനായിട്ട് ഒക്കെ ഇത് ഉപകരിക്കും. ഇനി ഞായറാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസം വിഷ്ണുദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ സൂര്യദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. സൂര്യഗായത്രിയൊക്കെ നമ്മൾ ജപിക്കാനായിട്ട് തുടങ്ങുന്നത് ഞായറാഴ്ച ദിവസം തുടങ്ങാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് സൂര്യഗായത്രിയൊക്കെ ജപിച്ച് തുടങ്ങുന്ന ആളുകൾ ഏത് ദിവസമാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ചാൽ ഞായറാഴ്ചയാണ് ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സൂര്യഗായത്രിയൊക്കെ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ചയെങ്കിലും സൂര്യഗായത്രിയൊക്കെ ജപിക്കണമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ ഗായത്രി മന്ത്രം ഒക്കെ നമ്മൾ ഞായറാഴ്ച ദിവസം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കാരണം സൂര്യഭഗവാന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ ഈ ദിവസം മഞ്ഞപ്പൊട്ട് തൊടുന്നത് ഏറെ നല്ലതാണ്. അപ്പോൾ മഞ്ഞപ്പൊട്ട് നമുക്ക് മഞ്ഞൾ ചന്ദനം അന്നത്തെ ദിവസം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾ നനയ്ക്കാതെയാണെങ്കിലും മഞ്ഞൾ ചന്ദനം അന്നേ ദിവസം തൊടുന്നത് ശ്രേഷ്ഠതയുള്ള ദിവസമാണ്.
അപ്പോൾ ഇത് നമുക്ക് വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട് വളരെ ശ്രേഷ്ഠമാണ് ഇങ്ങനെ തൊടുന്നത്. അതുപോലെ അന്നേ ദിവസം നമുക്ക് സൂര്യഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുങ്കുമം ചാർത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ മഞ്ഞ പൊട്ട്, കുങ്കുമം അത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മുടെ നെറ്റിയിൽ അന്നേ ദിവസം ഇടുന്നത് മഹാവിഷ്ണുവിനെയും അതേപോലെ സൂര്യഭഗവാനെയും ഒരുമിച്ച് നമ്മൾ അന്നേ ദിവസം പ്രാർത്ഥിക്കാനും അന്നേ ദിവസം ആ രണ്ടുപേരുടെയും അനുഗ്രഹം ഒരുപോലെ നമ്മളിലേക്ക് എത്തപ്പെടാനും ഒക്കെ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അന്നേ ദിവസം ഇങ്ങനെ കുങ്കുമോ മഞ്ഞൾ ചന്ദനമോ ഒക്കെ തൊടാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളുമാണ് ഇത് മുഖാന്തരം ലഭിക്കുന്നത്. നമുക്കറിയാലോ, സൂര്യഭഗവാനോടും മഹാവിഷ്ണുവിനോടൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല. എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ആ ഒരു ആയുസ് ദീർഘായുസോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്, ആരോഗ്യമുണ്ടാവാനായിട്ട് നമുക്ക് വേണ്ടത് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസാണല്ലേ. നമുക്ക് ദീർഘായുസ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആരോഗ്യവും ആയുസ്സും ഒരേ രീതിയിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സൂര്യഭഗവാന്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ആവശ്യമാണ്. അപ്പം അന്നേ ദിവസം നമ്മൾ നെറ്റിയിൽ ഭഗവാന് ഇഷ്ടമുള്ള ആ ഒരു ചന്ദനമൊക്കെ ചാർത്തിക്കൊണ്ട് അവരോട് പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. അപ്പോൾ ഞാൻ ഈ 7 ദിവസത്തെ കാര്യങ്ങളും പറഞ്ഞു. ഈ 7 ദിവസവും നിങ്ങൾ ഒരാഴ്ച മാത്രം നോക്കിയാൽ പോരാ, എല്ലാ ദിവസവും വരുമ്പോഴും അന്നത്തെ ദിവസത്തെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ദേവനെ മനസ്സിൽ വണങ്ങിക്കൊണ്ട് ഈ ഒരു കാര്യമൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ വളരെ ശ്രേഷ്ഠതയാണ് ഇതൊക്കെ. നമുക്ക് ഒരു മുതൽ മുടക്കുമില്ലാത്ത കാര്യമാണല്ലേ. നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു പ്രസാദം എടുത്ത് നമ്മുടെ നെറ്റിയിൽ ചാർത്തുക. അന്നേ ദിവസം നമ്മൾ ആ പ്രത്യേകതയുള്ള ആ ഒരു ദേവനെ മനസ്സിൽ കരുതുക. അതിനുശേഷം നമ്മുടെ ഇഷ്ടദേവനെ അതിനുശേഷമൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമ്മുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ 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 സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ദുഃഖങ്ങളെല്ലാം നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭഗവാന്റെയും എല്ലാ ശക്തിയുടെയും അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.